ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ HSCക്കും ഫിംഗർ പ്രിൻറ്റിനും ഒരുപോലെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ മുന്നേ നടന്നിട്ടുള്ള പല ഡിഗ്രി ബേസ്ഡ് PSC എക്സാംസിനും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ്. നമ്മളൊരു 5-6 സെക്ഷൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് കോസ്ഡ് ബൈ ദി ഓക്സൈഡ്സ് ഓഫ്. ഓക്കെ, ചോദ്യം ഇതാണ്: ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്തിൻ്റെ ഓക്സൈഡുകൾ കാരണമാണ് ഉണ്ടാവുന്നത്? കാർബൺ ആണോ, ഫോസ്ഫറസ് ആണോ, സൾഫർ ആണോ, നൈട്രജൻ ആണോ? ഇതിൽ ആരുടെ ഓക്സൈഡുകൾ കാരണമാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഏതിൻ്റെ ഓക്സൈഡുകളാണ് ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമായിട്ടുള്ളത്? കാർബൺ, ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലോട്ട് നേരിട്ട് പോകുന്നതിന് മുൻപ് സ്മോഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. PSC റിലേറ്റഡ് അല്ല, ഇപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം നമ്മുടെ ഒരു എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി പോർഷനിൽ നിന്നും ഈ ഒരു സ്മോഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിങ്ങൾ 2016 2018 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെയും ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോകെമിക്കൽ സ്മോഗ്, ലണ്ടൻ സ്മോഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം അവിടെയും ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്മോഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ലണ്ടൻ സ്മോഗ് എന്താണ്, ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്താണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും മേജർ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. അതിനുശേഷം ഇതിൻ്റെ ആൻസറിലോട്ട് പോവാം. പറയുന്ന ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ സ്മോഗ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ളതിൽ ഫോട്ടോകെമിക്കൽ സ്മോഗുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ലണ്ടൻ സ്മോഗുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളും ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന ഓരോ പോയിന്റ്സും നോട്ട് ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്മോഗിനെ തന്നെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലണ്ടൻ സ്മോഗും ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോകെമിക്കൽ സ്മോഗും ഉണ്ട്. ആദ്യം നമുക്ക് ലണ്ടൻ സ്മോഗിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം, അതിനുശേഷം ഫോട്ടോകെമിക്കൽ സ്മോഗിലോട്ട് പോവാം. സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും കൂടെ മിക്സ്ചറാണ് സ്മോഗ് എന്ന് പറയുന്നത്. സ്മോക്ക് പ്ലസ് ഫോഗ്, സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും കൂടെ മിക്സ്ചറിനെയാണ് നമ്മൾ സ്മോഗ് എന്ന് യൂഷ്വലി പറയുന്നത്. The most severe air pollution ever occurred was due to smog caused in London in 1952 and hence the name London smog. അപ്പം എയർ പൊല്യൂഷൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥ 1952 ലണ്ടനിലാണ് നേരിട്ടിട്ടുള്ളത്. എയർ പൊല്യൂഷൻ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ, അപ്പം അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്മോഗ് ആയിരുന്നു. സ്മോഗ് ഫോർമേഷൻ കാരണമായിരുന്നു ഈ ഒരു എക്സ്ട്രീം എയർ പൊല്യൂഷൻ്റെ ഒരു കോസ് ലണ്ടനിൽ അനുഭവപ്പെട്ടത് ഈ 1952 വർഷങ്ങളിൽ. അപ്പം അങ്ങനെ ലണ്ടനിൽ സ്മോഗ് വഴി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു കാറ്റഗറി ഓഫ് സ്മോഗിനെ പിന്നീട് ഏത് പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി? ലണ്ടൻ സ്മോഗ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. ആസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ SOx, ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് സൾഫറസ് സ്മോഗ്. നോക്കിക്കേ, അപ്പം സൾഫറിൻ്റെ ഓക്സൈഡുകൾ കാരണമാണ്, SOxൻ്റെ പ്രസൻസ് കാരണമാണ് ഈ ലണ്ടൻ സ്മോഗുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സൾഫറിൻ്റെ ഓക്സൈഡുകൾ കാരണമാണ് ലണ്ടൻ സ്മോഗ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലണ്ടൻ സ്മോഗിനെ വിളിക്കുന്ന വേറൊരു പേരാണ്, ഓർത്ത് വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക, സൾഫറസ് സ്മോഗ്. അപ്പോൾ ലണ്ടൻ സ്മോഗ് ഈസ് ലാർജ്, സൾഫറസ് സ്മോഗ് എന്ന് എഴുതി വെച്ചേക്കുക. അതുപോലെ തന്നെ ലണ്ടൻ സ്മോഗ് ഈസ് കോസ്ഡ് ബൈ ദി ഓക്സൈഡ്സ് ഓഫ് സൾഫർ എഴുതി വെച്ചേക്കുക, ചോദിക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, ദ ഓഡ് കോമ്പിനേഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ വിത്ത് പാർട്ടിക്കുലേറ്റ്സ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസിക്കൽ സ്മോഗ്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ലണ്ടൻ സ്മോഗ് എന്ന് പറഞ്ഞാൽ സൾഫറിൻ്റെ ഓക്സൈഡുകളും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റു പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ലണ്ടൻ സ്മോഗ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ലണ്ടൻ സ്മോഗിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സൾഫറസ് സ്മോഗ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു സൾഫറിൻ്റെ ഓക്സൈഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഇത് ഉണ്ടാവാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സൾഫറിൻ്റെ ഓക്സൈഡുകളും മറ്റു പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും കൂടെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ ക്ലാസിക്കൽ സ്മോഗ് എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പം ലണ്ടൻ സ്മോഗ് അല്ലെന്നുണ്ടെങ്കിൽ സൾഫറസ് സ്മോഗ് എന്നൊരു പേരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ
സ്മോഗ് എന്നും. ഇതൊക്കെ നമ്മുടെ പോയിന്റ്സിനകത്ത് വരുന്നതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളിനകത്ത് വരും. ചിലപ്പോൾ ലണ്ടൻ സ്മോഗ് ഈസ് ഓൾസോ നോൺ എസ് ക്ലാസിക്കൽ സ്മോഗ്, ചിലപ്പോൾ തരും ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് ഓൾസോ നോൺ എസ് ക്ലാസിക്കൽ സ്മോഗ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. ലണ്ടൻ സ്മോഗിനെ വിളിക്കുന്ന മറ്റ് രണ്ട് പേരുകളാണ് സൾഫറസ് സ്മോഗ് എന്നും ക്ലാസിക്കൽ സ്മോഗ് എന്നും. ഓക്കെ, ദ കമ്പോണൻസ് ഓഫ് ദി ലണ്ടൻ സ്മോഗ് ആർ. ഇനി ലണ്ടൻ സ്മോഗിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, സൾഫറിൻ്റെ ഓക്സൈഡുകളാണ്, SOx ആണ്. രണ്ട് പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ലൈക്ക് സൂട്ട്, NH3 ട്വൈസ് SO4, ദെൻ വാട്ടർ ഫ്രം സ്മോഗ്. ഇതൊക്കെയാണ് മേജർ കമ്പോണൻസ് ഓഫ് സൾഫറസ് സ്മോഗ് അല്ലെന്നുണ്ടെങ്കിൽ ലണ്ടൻ സ്മോഗ്. ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ദെൻ സം പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ലൈക്ക് സൂട്ട്, അമോണിയം സൾഫേറ്റ്, ദെൻ അതുപോലെ തന്നെ വാട്ടർ ഫ്രം ഫോഗിൽ നിന്നുള്ള വാട്ടർ കണ്ടന്റ്. ഇത്രയുമാണ് മേജർ കമ്പോണൻസ് ഓഫ് എ ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പോണൻസ് പ്രസന്റ് ഇൻ ഇറ്റ് ആർ റെഡ്യൂസിങ് ഇൻ നേച്ചർ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഡ്യൂസിങ് സ്മോഗ്. ഇനി നോക്കിക്കേ, നമ്മുടെ ഈ പറയുന്ന ലണ്ടൻ സ്മോഗിൽ കണ്ടുവരുന്ന മേജർ കമ്പോണൻസ്, അതായത് ഇപ്പോൾ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അല്ലെങ്കിൽ വാട്ടർ ഫ്രം ഫോഗ്, ഇതൊക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ എല്ലാവർക്കും റെഡ്യൂസിങ് നേച്ചർ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റെഡ്യൂസിങ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ റെഡ്യൂസിങ് സ്മോഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, റെഡ്യൂസിങ് സ്മോഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം 4 പേരുകളാണുള്ളത് ഇവർക്ക് തന്നെ. ലണ്ടൻ സ്മോഗ് എന്ന് അറിയപ്പെടാറുണ്ട്, സൾഫർ സ്മോഗ് എന്ന് അറിയപ്പെടാറുണ്ട്, ക്ലാസിക്കൽ സ്മോഗ് എന്ന് അറിയപ്പെടാറുണ്ട്, റെഡ്യൂസിങ് സ്മോഗ് എന്ന് അറിയപ്പെടാറുണ്ട്. ഇനി ഓരോ പേരിലും അറിയപ്പെടാനുള്ള റീസൺസും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 4 പേര് ചോദിച്ചാലും സെയിം ആളുകൾ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ലണ്ടൻ സ്മോഗ് ആയാലും, റെഡ്യൂസിങ് സ്മോഗ് ആയാലും, സൾഫർ സ്മോഗ് ആയാലും, ക്ലാസിക്കൽ സ്മോഗ് ആയാലും, ഈ 4ഉം സെയിം ആൾ തന്നെയാണ്. ഓക്കെ, the combustion of the household and industrial fuels are the main sources of classical smog. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ക്ലാസിക്കൽ സ്മോഗ് ഉണ്ടാവാനായിട്ടുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ വീടുകളിലെ ആവശ്യത്തിനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ഫ്യൂവൽസിനെ നമ്മൾ കമ്പഷൻ നടത്തുമല്ലോ, ഫ്യൂവൽസിനെ കത്തിക്കുമല്ലോ. അപ്പോൾ ഈ ഫ്യൂവൽസിൻ്റെ കമ്പഷൻ വഴിയാണ് പ്രധാനമായിട്ടും ക്ലാസിക്കൽ സ്മോഗ് രൂപപ്പെടുന്നത് കേട്ടോ. ദി മെയിൻ സോഴ്സസ് ഓഫ് ക്ലാസിക്കൽ സ്മോഗ്. ദെൻ അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ക്ലാസിക്കൽ സ്മോഗ് യൂഷ്വലി ഏർലി മോർണിംഗ്, വിൻ്റർ മന്ത്സിൽ ഏർലി മോർണിംഗ് ടൈമിലായിരിക്കും യൂഷ്വലി നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. വിൻ്റർ സീസണിലാണ്, ഓർത്ത് വെച്ചേക്കണം. ക്ലാസിക്കൽ സ്മോഗ് അല്ലെങ്കിൽ ലണ്ടൻ സ്മോഗ് യൂഷ്വലി വിൻ്റർ സീസണിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. അതുതന്നെ വിൻ്റർ സീസണിൽ ഏർലി മോർണിംഗ് ടൈമിലാണ് നമുക്ക് ക്ലാസിക്കൽ സ്മോഗിനെ യൂഷ്വലി കാണാനായിട്ട് കഴിയുക. ദെൻ ഇറ്റ് കോസസ് സിവിയർ ത്രോട്ട് ആൻഡ് ലങ് ഇറിറ്റേഷൻസ്. നമുക്ക് നമ്മുടെ ഹെൽത്തിനെ എയർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ യൂഷ്വലി എന്തായാലും നമ്മുടെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയാണ്? നമുക്ക് പലതരത്തിലുള്ള ത്രോട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലങ്ങിലൊക്കെ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ലണ്ടൻ സ്മോഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. തിരിഞ്ഞു പോകരുത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ നിങ്ങൾ നോട്ടിലോട്ടൊക്കെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എടുക്കുക. ഇത് ജസ്റ്റ് നമ്മുടെ മെമ്മറിയിലോട്ട് ഫീഡ് ചെയ്തേക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, ഇപ്പം ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ കോസസ് ദ ഫോർമേഷൻ ഓഫ് സ്മോഗ് നോൺ ആസ് ലോസ് ആഞ്ചലസ് സ്മോഗ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു നമ്മുടെ ക്ലാസിക്കൽ സ്മോഗ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ കാരണമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ നൈട്രജൻ്റെ ഓക്സൈഡുകൾ കാരണം രൂപപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് സ്മോഗ് ഉണ്ട്. അത്തരത്തിലുള്ള സ്മോഗുകളെയാണ് നമ്മൾ ഫോട്ടോകെമിക്കൽ സ്മോഗ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് യൂഷ്വലി നമ്മൾ പറഞ്ഞല്ലോ ക്ലാസിക്കൽ സ്മോഗ് ലണ്ടൻ ടൗണുകളിലാണ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ട് നമ്മളതിനെ ലണ്ടൻ സ്മോഗ് എന്ന് വിളിച്ചു. ഇതുപോലെ ലോസ് ആഞ്ചലസ് നഗരങ്ങളിലാണ് ഈ ഒരു ഫോട്ടോകെമിക്കൽ സ്മോഗ് യൂഷ്വലി കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്തത്. സോ നമ്മൾ ഇതിനെ ലോസ് ആഞ്ചലസ് സ്മോഗ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഫോട്ടോകെമിക്കൽ സ്മോഗിനെ തന്നെ ലോസ് ആഞ്ചലസ് സ്മോഗ് എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഫോട്ടോകെമിക്കൽ സ്മോഗ് ആര് കാരണമാണ്? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കാരണമാണ് ഫോട്ടോകെമിക്കൽ സ്മോഗുകൾ രൂപപ്പെടുന്നത്. ദ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സ്മോഗ് ഈസ് ഓസോൺ ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോൾ മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ലണ്ടൻ സ്മോഗിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? സൾഫറിൻ്റെ ഓക്സൈഡുകൾ, ദെൻ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ലൈക്ക് സൂട്ട്, അമോണിയം സൾഫേറ്റ് ഒക്കെ, ദെൻ ഫോഗിനകത്തു നിന്നുള്ള വാട്ടർ. ഇതായിരുന്നു മേജർ കമ്പോണൻസ് ഓഫ് ക്ലാസിക്കൽ സ്മോഗ്. ഈ ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ മേജർ കമ്പോണൻസ് ആരൊക്കെയാണ്? ഒന്ന് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, 2 ഓസോൺ കേട്ടോ. ഓസോണും നൈട്രജൻ്റെ ഓക്സൈഡുകളാണ് നമ്മുടെ ഫോട്ടോകെമിക്കൽ സ്മോഗിനകത്ത് വരുന്ന മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ദെൻ ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് oxidizing in nature, so it is also called
ഓക്സിഡൈസിങ് സ്മോഗ്. മറ്റേടത്തെല്ലാം എന്തായിരുന്നു, ഇപ്പോൾ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്ടർ ഫ്രം ഫോഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആയിക്കോട്ടെ, ഇതെല്ലാം റെഡ്യൂസിങ് സ്വഭാവം കാണിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ ക്ലാസിക്കൽ സ്മോഗിനെ എന്ത് വിളിച്ചു, റെഡ്യൂസിങ് സ്മോഗ് എന്ന് വിളിച്ചു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓസോൺ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഓക്സിഡൈസിങ് നേച്ചറാണ്, ഓക്സിഡൈസിങ് സ്വഭാവം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ എന്തെന്ന് വിളിക്കുന്നു, ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് വിളിക്കുന്നു കേട്ടോ, ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് വിളിക്കുന്നു. ഇറ്റ് കോസസ് ഇറിറ്റേഷൻ ടു ഐസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഓസോൺ. പിന്നെ മറ്റേതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ലണ്ടൻ സ്മോഗ് നമ്മൾ സ്ഥിരം അതുമായിട്ട് എക്സ്പോഷർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രോട്ട് ഇറിറ്റേഷൻസ് വരാം, ലങ് ഇറിറ്റേഷൻസ് വരാം എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഫോട്ടോകെമിക്കൽ സ്മോഗുമായിട്ടും നമ്മൾ സ്ഥിരമായിട്ട് എക്സ്പോഷറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിനൊക്കെ ഇറിറ്റേഷൻസ്, ലങ്ങിനൊക്കെ ഇറിറ്റേഷൻസ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവാം. അത് മെയിനായിട്ടും ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഓസോൺ ആണ് കേട്ടോ. ഓസോണിൻ്റെ പ്രസൻസ് കാരണമാണ് നമുക്ക് ഈ ഐസിലും ലങ്സിലൊക്കെ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. Los Angeles smog is formed through the photochemical reactions involving solar radiations. Hence, the smog is known as photochemical smog. അപ്പം ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്നതിൻ്റെ പേര് വന്നതെന്താ, നമ്മൾ പറഞ്ഞു ലോസ് ആഞ്ചലസിലാണ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത്. സോ ലോസ് ആഞ്ചലസ് സ്മോഗ് എന്ന് പറയുന്ന ഒരു പേരിലും അറിയപ്പെടാറുണ്ട്. ഇതിനകത്തുള്ള കമ്പോണൻറ്റുകളെല്ലാം ഓക്സിഡൈസിങ് നേച്ചർ ആയതുകൊണ്ട് ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് അറിയപ്പെടാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇവരെ ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് അറിയപ്പെടുന്നത്? കാരണം ഈ ഒരു സ്മോഗ് ഫോർമേഷൻ യൂഷ്വലി നടക്കുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് സൺ ആണ്, അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻസ് അല്ലെങ്കിൽ ഫോട്ടോകെമിക്കൽ റേഡിയേഷൻസിൻ്റെ പ്രസൻസിലാണ് യൂഷ്വലി ഈ ഒരു സ്മോഗ് ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്നൊരു പേരിലും കൂടെ അറിയപ്പെടുന്നത് കേട്ടോ. സണ്ണിൻ്റെ പ്രസൻസിൽ, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സോളാർ റേഡിയേഷൻ്റെ പ്രസൻസിലാണ് യൂഷ്വലി ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്ന ഒരു പേര് ഈ ടൈപ്പ് ഓഫ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് സ്മോഗ്സിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, then it is formed around the midday of summer months. നോക്കിക്കേ, നമ്മുടെ ക്ലാസിക്കൽ സ്മോഗ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലണ്ടൻ സ്മോഗ് നമ്മൾ പറഞ്ഞു വിൻ്റർ സീസണിൽ ഏർലി മോർണിംഗ് ടൈമിലാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഇവർ നമ്മുടെ ലോസ് ആഞ്ചലസ് സ്മോഗ് അല്ലെങ്കിൽ ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് സമ്മർ ടൈംസിലാണ് യൂഷ്വലി കണ്ടുവരുന്നത്. സമ്മർ ടൈംസിൽ തന്നെ ഒരു മിഡ് ഡേ ടൈമാണ്, ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേനാണ് യൂഷ്വലി നമുക്ക് ഈ ഒരു ഫോട്ടോകെമിക്കൽ സ്മോഗിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ദെൻ ഫോട്ടോകെമിക്കൽ സ്മോഗ് വിൽ നോട്ട് ഫോം ഡ്യൂറിങ് നൈറ്റ് ടൈംസ് ആൻഡ് ഏർലി മോർണിംഗ്. അപ്പോൾ ഏർലി മോർണിംഗ് ടൈംസിലും അതുപോലെ തന്നെ നൈറ്റ് ടൈംസിൽ രാത്രി കാലങ്ങളിലൊന്നും നമുക്ക് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഫോട്ടോകെമിക്കൽ, ദാറ്റ് മീൻസ് സോളാർ റേഡിയേഷൻ്റെ പ്രസൻസിൽ നടക്കുന്നതാണ്. അപ്പോൾ രാത്രിയിലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല വെളുപ്പാങ്കാലത്തോ ഒക്കെ സൂര്യപ്രകാശം കിട്ടുന്നോ? ഇല്ല. അപ്പോൾ സൂര്യപ്രകാശത്തിൽ മാത്രമേ ഫോട്ടോകെമിക്കൽ സ്മോഗ് രൂപപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ ലേറ്റ് നൈറ്റിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈമിലോ ഒക്കെ നമുക്ക് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഒരു നല്ല ഉച്ച സമയത്ത് അല്ലെങ്കിൽ സൂര്യപ്രകാശം നല്ലപോലെ ലഭിക്കുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ HSCയുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്മോഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. HSCക്ക് മാത്രമല്ല പല ഡിഗ്രി ലെവൽ കെമിസ്ട്രി എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു പോയിന്റ്സ് മിസ്സാക്കരുത്, എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഒന്നിൻ്റെ വിപരീതമാണ് അടുത്തത്, അതുകൊണ്ട് തന്നെ നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ചോദ്യം? തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഏതിൻ്റെ ഓക്സൈഡുകളാണ് ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണം? ഏതാണ്? നൈട്രജൻ ആണ് ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ റീസൺ എന്ന് പറയുന്നത്. നൈട്രജൻ ഓക്സൈഡുകൾ. ഈ സൾഫറിൻ്റെ ഓക്സൈഡുകൾ എന്തിൻ്റെ റീസൺ ആയിരുന്നു? ലണ്ടൻ സ്മോഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്മോഗിൻ്റെ കാരണക്കാരായിരുന്നു സൾഫറിൻ്റെ ഓക്സൈഡുകൾ കേട്ടോ. അപ്പോൾ നൈട്രജൻ്റെ ഓക്സൈഡുകളാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് അല്ലെങ്കിൽ ലോസ് ആഞ്ചലസ് സ്മോഗിൻ്റെ കാരണമായിട്ട് ഉള്ളത്. ഓക്കെ ആണേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Radioactive disintegration follows which order kinetics? 0, 1, 2, 3. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സുകൾ ഏത് ഓർഡർ റിയാക്ഷനുകളാണ് സാധാരണയായിട്ട്? 0 ഓർഡർ ആണോ, ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ, തേർഡ് ഓർഡർ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, PG ലെവൽ ആയിക്കോട്ടെ, എല്ലാ എക്സാംസിനും ഒരു നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, ഷുവറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ ആ ഒരു സെക്ഷനിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഡിഗ്രി PG എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കുറേ തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സുകളെല്ലാം ഏത് ഓർഡർ റിയാക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഏത് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, റേഡിയോ ആക്റ്റീവ് ഡീകേ ഫോളോസ്
ഏതാണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. റേഡിയോ ആക്റ്റീവ് പ്രോസസ്സുകളെല്ലാം തന്നെ, റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രോസസ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. യൂഷ്വലി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ് ഫോളോ ചെയ്യാറുള്ളത്. ഓക്കെ, തിരിഞ്ഞു പോകരുത്, കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഷുവറായിട്ടും ഈ ഒരു ഇതായിട്ട് റിലേറ്റ് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മിക്കവാറുള്ള എക്സാംസിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ദ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ റിയാക്ഷൻസ് ആർ ഓഫ് ഫസ്റ്റ് ഓർഡർ ബിക്കോസ് ഇൻ ദിസ് ദ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉള്ളൂ. എന്താ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി അതിൻ്റെ റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൺലി വൺ റിയാക്റ്റൻ്റ് അല്ലേ? ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് അവർ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവരുടെ കേസ് എടുത്തു കഴിഞ്ഞാലും ആ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഇവരുടെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഇവരുടെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് പറയാം ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ കേസിൽ അവരുടെ റേറ്റ് ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് അല്ലേ? അപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഒരാളുടെ കോൺസെൻട്രേഷൻ. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഏതാണ്? ഇപ്പോൾ എ ആണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എങ്കിൽ അയാളുടെ കോൺസെൻട്രേഷൻ പവർ എന്തേ വരുള്ളൂ? 1. കാരണം ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ പവർ 1 മാത്രമേ വരുള്ളൂ കേട്ടോ. കോൺസെൻട്രേഷൻ ടേം ആയിട്ട് അതിനകത്തുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആരാണോ അവരെ മാത്രമേ നമ്മുടെ റേറ്റിൻ്റെ ഇക്വേഷനകത്ത് കോൺസെൻട്രേഷൻ ടേംസിനകത്ത് വരികയുമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ അവരുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി എന്നാണേ, ഇ റേസ് ടു മൈനസ് കെ ടി കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ ആണേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ ഈസ് കാറ്റലൈസ്ഡ് ബൈ. അപ്പോൾ ഓസോണിൻ്റെ ഡീകമ്പോസിഷൻ കാറ്റലൈസ് ചെയ്യുന്ന ആള് കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദ്യം. ഓസോണിൻ്റെ വിഘടനം ഉത്തേജിപ്പിക്കപ്പെടുന്നത് ഏത് മൂലകം അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ട് കാരണമാണ് എന്നാണ് ചോദ്യം. കാർബൺ മോണോക്സൈഡ് ആണോ, N2O ആണോ, SO2 ആണോ, Cl ക്ലോറിൻ ആണോ? ഇതിൽ ആര് കാരണമാണ് ഓസോണിൻ്റെ വിഘടനം ഉത്തേജിപ്പിക്കപ്പെടുന്നത്? ഓക്കെ, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകളാണോ, സൾഫർ ഓക്സൈഡുകളാണോ, ക്ലോറിൻ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഓസോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ആൻസറിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കേ, ഓസോൺ ലെയർ ഈസ് പ്രസൻറ്റ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. അറിയാവുന്നതാണ്, നമുക്ക് സാധാരണ ചോദിക്കുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങളിലൊക്കെ. ഓസോൺ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഏത് ലെയറിലാണ്? ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലെയേഴ്സ് ഇല്ലേ? അപ്പോൾ അതിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ് ആരെ കണ്ടുവരിക? ഓസോൺ ലെയർ കണ്ടുവരിക. ഓക്കെ, ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് ഫ്രം 12 കിലോമീറ്റേഴ്സ് ടു 50 കിലോമീറ്റേഴ്സ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എവിടെ തൊട്ട് എവിടെ വരെയാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്? 12 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടുവരുന്നത്. The presence of ozone layer will absorb the harmful solar radiation such as UV rays and thus prevent them from reaching the earth's surface. ഇനി ഓസോൺ ലെയറിൻ്റെ ജോലി എന്താ? അല്ലെ, ഓസോൺ ലെയറിൻ്റെ എന്താ കർത്തവ്യം എന്താ? നമ്മുടെ ഏർത്തിനെ എന്താ പുറത്തു നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസ് നേരിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നത് തടയാനായിട്ട് ഉള്ളൊരു സുരക്ഷാ കവചം പോലെയാണ് നമ്മുടെ ഓസോൺ ലെയർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രസൻസ് ഓഫ് ഓസോൺ ലെയർ വിൽ അബ്സോർബ് ദ ഹാംഫുൾ സോളാർ റേഡിയേഷൻസ് സച്ച് as UV റേഡിയേഷൻസ് ആൻഡ് ദസ് പ്രിവെൻറ്റ് ദം ഫ്രം റീച്ചിങ് ദി എർത്ത് സർഫസ്. പുറത്തുനിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള പല റേഡിയേഷൻസ് ഇൻക്ലൂഡിങ് UV റേഡിയേഷൻസ് നമ്മുടെ എർത്തിലേക്ക് എത്തുന്നത് തടയാനായിട്ട് ഉള്ള ഒരു സുരക്ഷാ കവചം പോലെയാണ് യൂഷ്വലി ഓസോൺ ലെയർ ആക്ട് ചെയ്യുന്നത്. ദ ഓസോൺ ലെയർ പ്രൊട്ടക്ട് ദ ലൈഫ് ഓൺ എർത്ത് ഫ്രം ഹാംഫുൾ റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ എർത്തിലുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആവാം, ആനിമൽസ് ആവാം, ഹ്യൂമൻസ് ആവാം, ഇങ്ങനെയുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും പലതരത്തിലുള്ള ഹാംഫുൾ റേഡിയേഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എന്ത് ആക്ച്വലി ഓസോൺ എന്ന് പറയുന്നത്.
ഇനി ഇത് നോക്കി വെച്ചേക്കണേ, ഓസോണിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ് എന്നുള്ളത് കേട്ടോ. ഡോപ്സൺ യൂണിറ്റിലാണ് ഓസോൺ ലെയറിൻ്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ഡോപ്സൺ യൂണിറ്റ്. ദെൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആസ് വെൽ ആസ് ക്ലോറോഫ്ലൂറോകാർബൺസ് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ. പിന്നെ ഓസോണിൻ്റെ ഡിപ്ലീഷന് പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ ഓക്സൈഡുകളും അതുപോലെ തന്നെ ക്ലോറോഫ്ലൂറോ കാർബണുകളുമാണ് പ്രധാനമായിട്ടും ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ മീൻസ് ഓസോൺ ലെയറിനകത്ത് നമുക്കറിയാം ഇപ്പം ചെറിയ ചെറിയ വിള്ളലുകൾ, ഹോൾസുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ വിള്ളലുകൾ വഴി അല്ലെങ്കിൽ ഈ ഹോൾസ് വഴി ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസ് നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. അന്നേരത്തേന് എന്ത് സംഭവിച്ചു, ഈ ഹാംഫുൾ റേഡിയേഷൻസ് നേരിട്ട് ലിവിങ് ഓർഗാനിസംസിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിൽ, അനിമൽസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ സ്കിൻ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാവാം. ഇപ്പം പ്ലാന്റ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് പ്രോപ്പറായിട്ട് അവരുടെ ഗ്രോത്തിനെ അത് തടസ്സപ്പെടുത്തുന്നു, കരിഞ്ഞു പോകുന്നു പ്ലാന്റ്സ് ട്രീസും എല്ലാം. അങ്ങനെ വെജിറ്റേഷൻസിൻ്റെ കേസിലായിക്കോട്ടെ ആനിമൽസിൻ്റെ കേസിലായിക്കോട്ടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ UV റേഡിയേഷൻസ് നേരിട്ട് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നത് വഴി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ നൈട്രജൻ്റെ ഓക്സൈഡുകളും അതുപോലെ ക്ലോറോഫ്ലൂറോ കാർബണുമാണ് ഈ ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കാനായിട്ടുള്ള മേജർ റീസൺ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നെങ്കിൽ പോലും ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് മെയിൻ ആയിട്ടുള്ള റീസൺ അല്ലെ മേജർ ആയിട്ടുള്ള റീസൺ. ഒരു സെക്കൻഡറി റോള് മാത്രമേ ഓക്സൈഡ്സ് ഓഫ് നൈട്രജന് വരുന്നുള്ളൂ കേട്ടോ. മെയിനായിട്ടും ഓസോൺ ഡിപ്ലീഷന് റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. ദെൻ അത് കൂടാണ്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനും ആ റോൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. Then the depletion of ozone layer has been found to be much more in polar regions than in other parts of the earth. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള, നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് ഈ പറഞ്ഞത്. എവിടെയാണ് നമ്മുടെ എർത്തിൽ മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത് എവിടെയാണ്? പോളാർ റീജിയൻസിലാണ് കേട്ടോ. നമ്മുടെ മറ്റ് ഇക്വേറ്ററോ മറ്റ് റീജിയൻസോ ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം പോളാർ റീജിയൻസിലാണ് കൂടുതലായിട്ടും ഓസോൺ ഡിപ്ലീഷൻ കണ്ടുവരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. Then due to the continuous dissociation of ozone molecules, the depletion of ozone layer takes place. As a result of this, at certain locations, holes are created in ozone layer and these holes are known as ozone holes. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഓസോണിന് ഡിസോസിയേഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓസോണിൽ ചില റീജിയൻസിൽ ഡിപ്ലീഷൻസ് സംഭവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ഹോൾസ് രൂപപ്പെടുന്നു. അപ്പോൾ ഈ ഹോൾസ് വഴി എന്ത് ചെയ്യുന്നു? ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസ് നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അതുവഴി ലിവിങ് ഓർഗാനിസംസ്, ഇപ്പോൾ വെജിറ്റേഷൻസ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ ഇതിനെല്ലാം കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് ഡികമ്പോസിഷൻ ഓഫ് ഓസോൺ കാറ്റലൈസ് ചെയ്യുന്നത് ആരാണെന്നാണ്. ഓസോണിൻ്റെ ഡീകമ്പോസിഷൻ കാറ്റലൈസ് ചെയ്യുന്ന ആളാരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസോണിൻ്റെ ഡിപ്ലീഷന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ക്ലോറോഫ്ലൂറോ കാർബൺസും അതുപോലെ തന്നെ നൈട്രജൻ്റെ ഓക്സൈഡുകളാണ് ഡിപ്ലീഷൻ ഓഫ് ഓസോണിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ അതിനെ കാറ്റലൈസ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിനാണ് കേട്ടോ. ഈ ഓസോൺ ഡിപ്ലീഷനെ അല്ലെങ്കിൽ ഡീകമ്പോസിഷനെ, ഓസോണിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഓസോൺ പാളിയിൽ ഡിപ്ലീഷൻ അല്ലെങ്കിൽ വിള്ളലുകളും അതുവഴി ഹോൾസും രൂപപ്പെടുന്നത്. അപ്പോൾ ആ ഡീകമ്പോസിഷൻ, ഓസോണിൻ്റെ ഡീകമ്പോസിഷനെ ത്വരണപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിനെ കാറ്റലൈസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ക്ലോറിനാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓസോൺ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണം, നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം നോക്കുക. എഫ് സെൻറ്റേഴ്സ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഡാഷ് ഡിഫക്റ്റ്. നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. നോക്കിക്കേ, എഫ് സെൻറ്റേഴ്സ് ആർ ദ കോൺസിക്വൻസ് ഓഫ് ഡാഷ് ഡിഫക്റ്റ്. എഫ് സെൻറ്ററുകൾ രൂപപ്പെടുന്നത് ഏത് ഡിഫക്റ്റ് കാരണമാണ് എന്നാണ് ചോദ്യം. ഷോർട്ട് കീ ഡിഫക്റ്റ് ആണോ, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണോ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണോ, നൺ ഓഫ് ദി എബോ, ഇവയൊന്നുമല്ല. നോക്കിക്കേ, തന്നിരിക്കുന്നതിൽ ഏത് ന്യൂനതകളുടെ ഫലമായിട്ടാണ് എഫ് സെൻറ്ററുകളുടെ രൂപീകരണം നടക്കുന്നത്? ഷോർട്ട് കീ ന്യൂനത, ലോഹാധിക ന്യൂനതകൾ, ലോഹക്കുറവ് ന്യൂനതകൾ, ഇവയൊന്നും അല്ല. അപ്പം ഇതിലേത് കാരണമാണ് എഫ് സെൻറ്ററുകളുടെ രൂപീകരണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ കൊടുത്തിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണ്, ലോഹ അധിക ന്യൂനതകൾ, ലോഹക്കുറവ് ന്യൂനതകൾ ഒക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പം ന്യൂനതകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പം ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിനെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പം ഇപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ ആണെന്നുണ്ടെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു പാറ്റേണിലായിരിക്കും ഒരു ക്രിസ്റ്റലിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അവരുടെ ഈ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതൊരു ക്രിസ്റ്റൽ ന്യൂനത അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് നമ്മൾ യൂഷ്വലി പറയുക. ഓക്കെ, ഇപ്പം ഈ ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്, നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിഫക്റ്റ് സംഭവിച്ചു, പക്ഷേ അവരുടെ സോഷ്യോമെട്രിയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 കാറ്റയോണും 10 ആനിയോണും ഉള്ള ഒരു സിസ്റ്റത്തിനകത്ത് നിന്നും ഒരു കാറ്റയോണും ഒരു ആനിയോണും മിസ്സായി. ഓക്കെ, അവരുടെ റേഷ്യോയിൽ വല്ല വ്യത്യാസം സംഭവിച്ചോ? ആദ്യം 10:10 ആയിരുന്നു കാറ്റയോൺ ഈസ്റ്റു ആനിയോണിൻ്റെ റേഷ്യോ. 10:10 മീൻസ് 1:1 ആണ്. ഇപ്പോൾ എന്തായി? അത് 9:9 ആയി അല്ലേ? അപ്പോൾ എന്താ 1:1 തന്നെയാണ് റേഷ്യോ. അപ്പോൾ സോഷ്യോമെട്രിയിൽ കാര്യമായിട്ട് വ്യത്യാസം വരാത്ത തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ട്. അതാണ് സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം 10 കാറ്റയോണും 10 ആനിയോണും ഉള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഒരു കാറ്റയോൺ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മിസ്സായിട്ട് പകരം ഒരു ഇൻ്റർസ്റ്റേഷ്യൽ പൊസിഷനിൽ ഒക്കുപ്പൈ ചെയ്തു എന്ന് കരുതുക. അവിടെയും 10 കാറ്റയോൺ ഇപ്പോഴും ഉണ്ട്. ഒരു കാറ്റയോൺ ഇവിടെ ഇരുന്ന കാറ്റയോൺ ഇങ്ങോട്ടൊന്ന് മാറിയിരുന്നു എന്നേ ഉള്ളൂ അല്ലേ? അവരുടെ പൊസിഷൻ ജസ്റ്റ് ചേഞ്ച് ആയി. സോ അവിടെ ഒരു ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ അവരെ അസ്യൂം ചെയ്യും. പക്ഷേ അവരുടെ സോഷ്യോമെട്രിയിൽ വ്യത്യാസം വന്നോ? ഇല്ല. 10 കാറ്റയോൺ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും 10 കാറ്റയോൺ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഡിഫക്റ്റുകളാണ് സോഷ്യോമെട്രിക് ഡിഫക്റ്റ്. എന്നാൽ നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം 10 കാറ്റയോണും 10 ആനിയോണും ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ 2 ആനിയോൺ അങ്ങ് മിസ്സായി. ഓക്കെ, 2 ആനിയോൺ അങ്ങ് മിസ്സായി. അപ്പോൾ 10:10 എന്നുള്ള റേഷ്യോ ഇപ്പോൾ 10:8 ആയി അല്ലേ? അപ്പോൾ അന്നേരം സോഷ്യോമെട്രിയിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ നോൺ സോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസിനകത്ത് നിങ്ങൾ കണ്ടു ഷോർട്ട് കീ ഡിഫക്റ്റ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഒക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണ്? ഒരു സോഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. അതായത് സോഷ്യോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഡിഫക്റ്റ് ആണ്. എന്നാൽ ലോഹാധിക ന്യൂനതകളും അതുപോലെ തന്നെ ലോഹക്കുറവ് മൂലമുള്ള ന്യൂനതകളും മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റുകളും നോക്കിക്കഴിഞ്ഞാൽ അവർ നോൺ സോഷ്യോമെട്രിക് ഡിഫക്ട്സ് ആണ്. കാരണം സോഷ്യോമെട്രിയിൽ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിഫക്റ്റുകളാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ ഓപ്ഷൻസിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലോട്ട് പോവാം. നോക്കിക്കേ, ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് വിൽ ബി മിസ്സിംഗ് ഫ്രം ദി കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ നിന്നും 2 കാറ്റയോൺ മിസ്സായി കഴിഞ്ഞാൽ 2 ആനിയോൺ മിസ്സാവുന്നു. ഒരു കാറ്റയോൺ മിസ്സായി കഴിഞ്ഞാൽ ഒരു ആനിയോൺ മിസ്സാവുന്നു. അതായത് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസും ഒരു ക്രിസ്റ്റലിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകളെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, in ionic solids generally, the smaller ion cation moves out of its place and occupies an intermolecular space. In this case, a vacancy defect is created on its own position and the interstitial defect is experienced at the new position. This is called Frankel defect. ഇനി എന്താണ് ഫ്രാങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇരുന്ന ഒരു കാറ്റിയോൺ ആ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി മറ്റൊരു ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് ഓക്കുപ്പൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അത് മാറി വേറൊരു പൊസിഷനിലോട്ട് വന്നു. ഓക്കെ, പക്ഷേ അവരുടെ എണ്ണത്തിന് യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ഇരുന്ന കാറ്റയോൺ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറിയിരുന്നു. അപ്പോൾ അവരുടെ പൊസിഷനിൽ ചേഞ്ച് വന്നത് മുഖാന്തരം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഫ്രാങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസും മിസ് ആവുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ആൻഡ് ഫ്രാങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റയോൺ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറി ഒരു ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് ഒക്കുപ്പൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഫ്രാങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിക്കേ. It happens when in a lattice the cation has more ratio than in anion. As the name suggests, there is an excess amount of metals and positive ions. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിനകത്ത് മെറ്റൽ എക്സസ്, മെറ്റൽ മീൻസ് ഏത് ചാർജ് ഉള്ളവരാണ്? പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ്. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് എക്സസ് ആയിട്ട് വരുമ്പോൾ ഉള്ള ഡിഫക്റ്റ് ആണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ആരുടെ അളവ് കൂടുതലായിരിക്കും? പോസിറ്റീവ് ചാർജ് ഉള്ളവരുടെ അല്ലെങ്കിൽ കാറ്റയോൺസിൻ്റെ അളവ് കൂടുതലായിരിക്കും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി. ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ തന്നെ നമുക്ക് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി എന്ന് അതുപോലെ തന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ്, അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ in this defect, to maintain the electrical neutrality, the electrons bind to that space where an anion is released. An anion trapped electron to catch them in is referred to as the F center. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി, അതായത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ എക്സസ് ആയിട്ടുണ്ട്, അതായത് പോസിറ്റീവ് ചാർജ് എക്സസ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആരുടെ അളവ് അവിടെ കുറഞ്ഞു?
നെഗറ്റീവ് ചാർജുള്ള ആനിയോൺസിൻ്റെ അളവ് അവിടെ കുറവായിരിക്കും. ഓക്കെ, പക്ഷെ നമുക്കറിയാം എപ്പോഴും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും അളവ് തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് കൂടി നിൽക്കുകയാണ്, നെഗറ്റീവ് ചാർജ് കുറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഇലക്ട്രോൺസ് അവിടെ ഒക്കുപ്പൈ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എഫ് സെൻറ്ററുകൾ എന്ന് വിളിക്കുക. അപ്പോൾ എവിടെയാണ് നമുക്ക് എഫ് സെൻറ്ററുകൾ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ പോസിറ്റീവ് ചാർജ് എക്സസ് ആവുമ്പോൾ നെഗറ്റീവ് ചാർജ്ഡ് ആനിയോൺസ് അവിടെ കുറയുന്നു. സോ അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഇൻഡസ്ട്രിയൽ സൈറ്റുകളിൽ ഒക്കുപ്പൈ ചെയ്യും. ആ എക്സ്ട്രാ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എഫ് സെൻറ്ററുകൾ എന്ന് യൂഷ്വലി വിളിക്കുന്നത്. ഓക്കെ, ഇനി എഫ് സെൻറ്റർ കാരണമാണ് ചില കോമ്പൗണ്ട്സ് കളർ കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ KCl പൊട്ടാസ്യം വേപ്പറുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേന് ലൈലാക്ക് കളർ കാണിക്കുന്നു. അതുപോലെ തന്നെ NaClൻ്റെ സോഡിയം വേപ്പേഴ്സിൻ്റെ പ്രസൻസിൽ യെല്ലോ കളർ കാണിക്കുന്നതുമൊക്കെ ഈ എഫ് സെൻറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം.